നമുക്ക് ഇന്ന് ചാമ ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇതാണ് ചാമ അരി. നല്ല മഴ സമയത്തൊക്കെ ഇന്നത്തെ ചാമയൊക്കെ ഉപ്പുമാവായിട്ടോ കഞ്ഞിയായിട്ടോ കുടിക്കുന്നത് നല്ലതാണ്. അപ്പം ഇന്ന് നമുക്ക് ഇതുകൊണ്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. കണ്ടോ, ചാമരി, നാടൻ ചാമരി, വൈറ്റൊന്നും ആക്കിയിട്ടില്ല. അതിൽ കുറച്ച് തവിടൊക്കെ ഉണ്ട്, നല്ലതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യാച്ചാൽ നന്നായി കഴുകിയിട്ട്, ഇതിപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സാണ് ഉള്ളത്. എത്രയാണോ നമ്മൾ എടുക്കണേ, ഏത് ഗ്ലാസ്സിനാണോ എടുക്കണേ അതേ ഗ്ലാസ്സിന് തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇതിൽ 1 ഗ്ലാസ് ആ ചാമരീൻ്റെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ കുറച്ച് സാധാ വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുക്കറിൽ വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക ആദ്യം. എന്നിട്ട് നമുക്ക് ഉപ്പുമാവാക്കാം. അപ്പോൾ വേവാത്ത പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഗുണമാണ്. ഇനി അതങ്ങനെ വേവിച്ച് വെച്ചു. ഈ പറഞ്ഞത് ഈ കുക്കറിൻ്റെ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു പാത്രത്തിൽ വയ്ക്കുകയാണെങ്കിൽ കുക്കറിലൊന്നും വൃത്തികേടാവില്ല. കുക്കർ കഴുകാനൊക്കെ ഇവിടെ ഒന്നും ആവില്ല, കഴുകാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പം അങ്ങനെ വേവിച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇതാ കടുകും മുളകൊക്കെ നമ്മൾ ഇഞ്ചി, കരിവേപ്പില, കടുക്, മുളക് ഒക്കെ ഇട്ടു. ഒരു ഉള്ളി, വേണമെങ്കിൽ ക്യാരറ്റോ അങ്ങനെയൊക്കെ ഇടാട്ടോ. ഇതിപ്പോൾ ഞാൻ വെറുതെ സാധാരണ ഉപ്പുമാവിൻ്റെ പോലെ ഉള്ളിയും കടുകും മുളകും കരിവേപ്പിലയും ഇഞ്ചിയും അതിട്ടു. ഇനി നമ്മൾ ഇതിലൊരു ലേശം, കുക്കറിലൊരു ലേശം വെള്ളമുണ്ട്, ആ വെള്ളം കൂടി ചേർത്ത് ഇതിലൊഴിക്കാം. ഉപ്പ് അപ്പം ഇടാം. ഇപ്പം ഞാൻ ഉപ്പിട്ടിട്ടില്ല. ഇതിൽ തന്നെ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ തേങ്ങ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ ഞാനത് വറുത്ത് പൊട്ടിയിരിക്കിട്ടു. എന്നിട്ട് കുറച്ച് വെള്ളം, ആ കുക്കറിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളം അതിലൊഴിച്ചു. ഈ ഉപ്പ് പിടിക്കാനൊരു ലേശം വെള്ളം ഒഴിച്ചു, എന്നാലല്ലേ ഉപ്പ് പിടിക്കുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടു, 1 ഗ്ലാസ് എടുത്തിരുന്ന് നോക്കി നോക്കൂ. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊണ്ട് വെള്ളം പാകമായി, കറക്റ്റ് പാകമായി. കണ്ടോ, വേണമെന്ന് വെച്ചാൽ ഈ കുക്കറിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിരുന്നല്ലോ, അതിനൊരു ലേശം കൂടി വെള്ളം ഇങ്ങനെ ഒഴിക്കാം. ആ ഉപ്പ് പിടിക്കാൻ നമുക്കൊരു, ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാട്ടോ. ഇനി നമുക്ക് ഇതിൽ സാധാരണ റവയുടെ പോലെ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ ചേർക്കില്ലേ, അങ്ങനെ തേങ്ങയും ചേർക്കാം. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യണ സമയത്ത് നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. കറക്റ്റ് പാകം വെള്ളമൊക്കെ. കണ്ടോ, മഞ്ഞപ്പൊടി ഇട്ടു ഞാൻ ആ ഉള്ളി മൂത്തയിൽ കേട്ടോ, അതാണ് ഇപ്പോൾ ഒരു മഞ്ഞ നിറം. കുറച്ച് തേങ്ങയൊക്കെ നല്ലോണം, എന്നാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ ചിരകി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ്, അതാണങ്ങനെ. കണ്ടോ, നല്ല ടേസ്റ്റാണ്. അതാ നല്ല ടേസ്റ്റുള്ള ചാമ ഉപ്പുമാവ്. കണ്ടോ, നമുക്ക് മഴയൊക്കെ പെയ്യണ സമയത്ത് നമുക്ക് നല്ലതാണ്. ഇത് ചാമ കഞ്ഞിയായിട്ട് കുടിക്കാം, അല്ലെങ്കിൽ ചാമ ഉപ്പുമാവായിട്ട്. ഓക്കേ, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ.